അമ്മേ ലക്ഷ്മി ദേവി, വിഘ്നേശ്വര, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ആ കാസറ്റ് എങ്ങനെയും എന്റെ കയ്യിൽ എത്തിക്കണേ. ഞാൻ ഗുരുവായൂര് വന്ന് കാസറ്റുകൾ കൊണ്ടൊരു തുലാഭാരം നടത്തിയേക്കാവേ. മുതലാളി, ഗുരുവായൂരപ്പ, ഇത്ര പെട്ടെന്ന് നീ എന്റെ വിളി കേട്ടോ? അവള് വന്നു. சீக்கிரம் வாங்க. എന്തായി, സാധനം കിട്ടിയോ? முதலாளி, இந்த பவளை யாரு நினைச்சீங்க? நினைத்ததை முடிப்பவள். ഇനി നീയും കൂടെ മുടിക്കാത്തന്റെ കുറവേ ഉള്ളൂ. എടി കരുതേ, കാസറ്റ് കിട്ടിയോന്ന്. இன்னும் சந்தேகமா? இங்க பாருங்க. വൃത്തികേട് കാണിക്കാതെ. இங்க பாருங்க. തൊട്ടുള്ള കളി വേണ്ട. இதுதானே நீங்க கேட்ட கேசட்? என்னையா நம்ப முடியலையா? രാത്രി മൊത്തം അവന്റെ കൂടെ ആടിപ്പാടി നടക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി അത് എടുത്തോണ്ട് വരുമെന്ന്. ചക്ക എടുക്കാൻ പറയാ, ചക്കക്കുരു കൊണ്ടുവരുന്നോടി. അവിടെ അമ്മയുടെ ഒരു നടപ്പതും മുടിപ്പതും ശാപം. ഡാഡിയുടെ കൂട്ടുകാരന്റെ മകൻ ഇന്നലെ രാത്രി കാട്ടിക്കൂട്ടിയ കലാപരിപാടികളൊക്കെ കണ്ടില്ലേ? തൃപ്തിയായല്ലോ ഡാഡിക്ക്? നാണോ മാനും ഇല്ലാത്തവൻ. ഗുരുവായൂരപ്പ, പരീക്ഷിക്കല്ലേ. അത് പിന്നെ ആ മോളെ, കുഴപ്പം അവന്റെ അല്ല, ആ പേ പിടിച്ച പെണ്ണ. അതിന് അവക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടാ വരുന്നത്. അവൻ പാവം. പാവം, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈശ്വര, എന്നെ പിടികൂടിയിരിക്കുന്നത് വെറും കണ്ടകനല്ല, ഏമകണ്ടകനാ. നകുല, ഇതെന്താ രാവിലെ സ്വന്തം പേര് വിളിച്ച് കളിക്കുന്നു? എന്റെ സ്വന്തം ജോലി തട്ടിയെടുത്തില്ലേ? ഇനി എന്റെ പേര് കൂടെ കെടുത്തോടെ? അത് കൊള്ളാമല്ലോ. ഇന്നു മുതൽ ഞാൻ നിന്നെ നകുല എന്നേ വിളിക്കൂ. ഞാൻ അപ്പുക്കുട്ടൻ. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും ഇല്ലല്ലോടെ. എന്തെങ്കിലും ഗുണം കിട്ടുന്നത് എനിക്ക് കിട്ടിക്കോട്ടെ. നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു. ആരാണ്? വരൂ വരൂ. നിങ്ങള്? അതൊക്കെ പറയാം. താനേതാ? ഞാൻ അപ്പുക്കുട്ടൻ, അതാണ് നകുലൻ. ഹലോ. അപ്പൊ ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ബോസിനെ എത്താൻ കണ്ടു കാണുമല്ലോ. ഹോട്ടലിൽ നിന്ന് നീ കൊണ്ട് മുങ്ങിയ കാസറ്റ് എവിടെ? കാസറ്റ് നീ ഒരടുപ്പിൽ വിട്ടിട്ടില്ല, നിന്റെ കൈ തന്നെ ഉണ്ട്. എവിടെടാ? എണീക്കടാ. 2 ആഴ്ചക്കകം പാലക്കാട് കാസറ്റ് എത്തിച്ചിരിക്കണം. 2 എണ്ണം കൊണ്ട് തരാം. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. അന്ന് നിന്റെ തല കാണില്ല. ഏത് കാസറ്റ്? ദ്രോഹി, എന്നടാ ഈ കാസറ്റ് പരിശോധന? എനിക്ക് അറിഞ്ഞൂടാ അപ്പുക്കുട്ടൻ ചേട്ടാ. ഇനി ഒരു കുട്ടനും വേണ്ട, പഴയ പോലെ മതി. നീ അപ്പുക്കുട്ടൻ, ഞാൻ നകുലൻ. അല്ല, കുറച്ച് ദിവസത്തേക്ക് വേണം. കുറച്ച് ദിവസത്തേക്ക് വേണ്ട. അവിടെ ഇടിയിട്ട് അമ്മ എഴുന്നേക്കാൻ വയ്യ. ഇവര് പിരിവേരാണോ? പിച്ചക്കാരാ. പിച്ചക്ക ആരാ ഈ നകുലൻ? ഞാനാണ് നകുലൻ. അവൻ അപ്പുക്കുട്ടൻ. തുടങ്ങിക്കോ. അയ്യോ അയ്യോ, ചതച്ചത് മതി മതി. ഇനി പ്രദേശത്ത് കണ്ടുപോകേ. താനാണോ കോൺട്രാക്ട് സംസാരിച്ചത്? പിന്നാരാ? മീശ. നീയൊക്കെ ഏതാടാ? ബൗഡേട്ടന്റെ കോൺട്രാക്ട് കാശട്. കാശ? ഏത് കാശ്? ഇറങ്ങി പോടാ ഈരാ ബീച്ചുകളെ. മതി മതി മതി, ചതച്ചത് മതി മതി. എന്തിനാ? ഒന്ന് പതുക്കയിടി, ഇത് ഒരലല്ലേ. ஒரலாவது கெரலாவது முதலாளி, உத வாங்கினா எல்லாருக்கும் கீழிதான் மருந்து. ஆமா, என்ன உங்க சத்தம் பொண்ணு மாதிரி இருக்கு? உத கிட்டேன்னு ശേഷം ശബ്ദം മാറി പോச்சு. എന്നെ കുഴിയിലോട്ട് എടുത്തോണ്ട് അറിയാൻ വന്നതാണാ നീ? അല്ല, മുതലാളി കിഴി പിടിച്ചോണ്ടിരിക്കുന്നു കളിയാക്കുന്നതാ. കളിയാക്കിയതല്ല മുതലാളി. അയ്യോ, എന്റെ സൗണ്ട് ഓഫീസ് തുറന്ന് അവന്മാരുടെ അടി കിട്ടിയപ്പോ എന്റെ സ്പീക്കറിന്റെ IC അടിച്ചു പോയതാ. ഇപ്പൊ മുതലാളിയുടെ അടി കിട്ടിയപ്പോ എന്റെ സൗണ്ട് ഓക്കെ. എന്താ ഒരു ആലോചന? പറയാ. മുതലാളിയുടെ കുയിൽ നാദം അനുവാദം തന്നാ ഞാൻ അനുവാദം തന്നിരിക്കുന്നു. ഒന്ന് മാറ്റിത്താടാ. ഇനി ഞാൻ ചത്താലും വേണ്ടില്ല. சத்தம் பழைய மாதிரி ஆயிடுச்சு. ആണോ? ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി. അടി ചെയ്യും ഉപകാരം മരുന്നും മന്ത്രവും ചെയ്യില്ല. அப்படின்னா അടിയേ ഉള്ളു മരുന്ന്. இப்படியா? എന്റെ അമ്മേ, ഇതൊക്കെ ഏത് മോഡല്? ഹായ് നീനു, വാട്ട് എ സർപ്രൈസ്. എന്താ നിങ്ങൾ ഇങ്ങോട്ട്? ഈവൻ വിത്തൗട്ട് എ ഫോൺ കോൾ? ഒക്കെ ഉണ്ട്, പറയാം. നീ അറിയിച്ചില്ലേലും ഞങ്ങളെല്ലാം അറിയും.
എന്തറിയാന്ന്? നീ ഇവിടെ MD ആയി വിളിച്ചെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്നാ പിന്നെ നിന്റെ MD വേഷം നേരിട്ടൊന്ന് കാണാന്ന് വിചാരിച്ചു. എനിവേ ഐ ആം ത്രിൽഡ്. ആ നിങ്ങൾ വാ. ഡോ വണ്ടിന്ന് ലഗേജ് എടുത്ത് അകത്ത് വെക്കേ. ലഗേജ് ഞാൻ എടുക്കാം. എന്താ എന്താ പറഞ്ഞത്? അല്ല ഞാൻ എടുക്കാന്ന് പറയായിരുന്നു. ഏയ് മീനു, who's this chap? Seems very cute. Ha, he is my new driver. Recent appointment? ആ 2 ആഴ്ചയായി. ഒരു മുൾക്കുരിശ ഡാഡിക്ക് വേണ്ടി ചുമക്കാം. അവിടെ അയ്യേ ചിക്കൻ. എന്തിടാ ഇത്? Stupid. അവൾ സ്ട്രിക്ട്ലി വെജിറ്റേറിയനാ. അറിയില്ലായിരുന്നു മാഡം. അറിയില്ല, ചോദിക്കണം. എന്ത് പറഞ്ഞാൽ ഉടനെ തർക്കത്തിന് പറയാൻ അറിയാലോ. നാശം. മിഴിച്ചു നിൽക്കാതെ ആ പ്ലേറ്റ് എടുത്ത് മാറ്റി വേറെ സെർവ് ചെയ്തോ. പവിഴം, ഈ പ്ലേറ്റ് ഇയാൾ കൊടുക്ക. നീ കിച്ചണിൽ പോയിക്കോ. ഇതൊക്കെ ഇയാൾ ചെയ്തോളും. മാഡം പോ. നിങ്ങൾ കഴിക്കും മക്കളെ. എനിക്കൊരു പനി ഉള്ളതുപോലെ. ഞാൻ കൈ കഴുകട്ടെ. ആ എന്താ നിങ്ങളുടെ പ്ലാൻ? എന്ത് പ്ലാൻ? ഈ രാത്രി നിന്നോടൊപ്പം ചെലവഴിക്കുന്നു. ടുമോറോ മോർണിംഗ് സ്ഥലം വിടുന്നു. നോ നോ, മിനിമം ഒരാഴ്ചയെങ്കിലും യു ഹാവ് ടു സ്റ്റേ ഹിയർ. ഒക്കില്ല മോളെ, ഞങ്ങൾക്കുണ്ട് ചില്ലറ എൻഗേജ്മെന്റ്സ്. കൊതി നോക്കി നിന്നത് മതി. ഇയാൾ ചെല്ല്. എടി മീനു, ഇയാൾ ആള് വളരെ സ്മാർട്ടാണല്ലോ. ഓവർ സ്മാർട്ടാ. ഒന്നുമല്ല, ടു ബി ഫ്രാങ്ക്, നിന്റെ വുഡ് ബി സന്ദീപിനെക്കാളും സ്മാർട്ടാ. എക്സാക്ട്ലി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇയാളെ ഞാൻ സെലക്ട് ചെയ്തേനെ ആസ് മൈ ലൈഫ് പാർട്ണർ. വെരി നൈസ് ഗൈ. ഓ പിന്നെ അത്ര നൈസ് ആണെങ്കിൽ നീ ആയിക്കോ. ഐ വോണ്ട് കെയർ. ഒരു ബാധ ഒഴിഞ്ഞു കിട്ടും. മീനിമോളെ, നീ ഇങ്ങനെ തിളച്ചു മറിയണ്ട. വൺ തിങ് ഈസ് ഷുവർ, നീ ഈ അപ്പുകുട്ടനും തമ്മിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. ചിപ്പോടി ഡീ കള്ളി എടുത്ത് കഴിക്കും. ചെണ്ടയിൽ അടിക്കുന്ന ശബ്ദം ക്ഷയമാണെന്ന് തോന്നുന്നു. പാവം. അല്ല ഡാഡിക്ക് എന്ത് പറ്റി? എന്തു പറയാനാ മോളെ, പനി കീറി അങ്ങ് കടുത്തു. കൊച്ചു ഡോക്ടർ വന്നിരുന്നു. കുറേ ഗുളികകൾ കഴുകി തന്നു. കുറുപ്പങ്ങൾ എന്ത് പറഞ്ഞു ഡാഡി? ഏറിയ 2 ദിവസം. അല്ല എന്തു ചെയ്യാനാ മോളെ, ഓരോ പുതിയ തരം പനി. എനിക്കിതിപ്പം വയറിലാ പനി. ഡാഡി ഇവരിറങ്ങ. ഇന്ന് തന്നെ പോണോ? പോണോ അങ്കിൾ? ഇനിയും വരാം. വരണം. എന്നാലങ്ങനെ ആകട്ടെ. ഡാഡി ഞാൻ ഓഫീസിലേക്ക് പോവാ. എന്തേലും ആവശ്യം വന്നാ എനിക്ക് ഫോൺ ചെയ്യണം. വരട്ടെ ഡാഡി. നിനക്കും ചുമയോ? പറഞ്ഞതായിരിക്കും. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു 2 മാസം കിടത്തി തരണേ. മുതലാളി ഫോൺ. ആരാടി? தெரியாதய்யா. தெரியாதய்யா. அதாரு? മസനഗുഡിയിലെ തിമ്മയുടെ തന്തയായിരിക്കും. தெரியாதയ്യ. ஐயா காய்ச்சல் இருக்கா? കിഴങ്ങ് ഇருக்கு. പവിഴം പോ. ആ പോ പോ. ഹലോ. എടോ ഇത് ഞാനാടോ കിഴക്കേടം. ഞാൻ ഊട്ടിയിലെത്തി. എടോ കിഴക്കേടം, ഞാൻ ഇവിടെ തെക്ക് വിളക്കെന്ന് പറഞ്ഞോണ്ടാ ഓട്ടം. അതിനിടയിൽ ഇന്നലെ മുതൽ ഒടുക്കത്തെ ഒരു പനിയും മണ്ടക്കനും. മണ്ടക്കനെന്നല്ല തലക്കനെന്നാ പറയേണ്ടത്. അത് പിന്നെ തന്റെ കൂടപ്പുറപ്പാണല്ലോ. ഇല്ലില്ല, ഇന്ന് രാത്രി തന്നെ മടങ്ങണം. നാളെ ബോംബെ, അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച അമേരിക്ക. 1 മാസം അവിടെയാ. അയ്യോ അത് പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ കണ്ടേ തീരൂ. വയ്യടോ, ഒരടി നടക്കാൻ വയ്യ. അതുകൊണ്ടാ. താനൊന്ന് ചെയ്യേ, നേരെ ഇങ്ങോട്ട് പോര്. മോളുടെ കല്യാണക്കാരി സംസാരിക്കാനാ. അമേരിക്കയിൽ നിന്ന് സന്ദീപ് മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു. പിന്നെ ഇത് കേൾക്കുമ്പോഴാ തന്റെ ഒടുക്കത്തെ ഒരു തിരക്ക്. ആ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. മീനുവിന്റെ ജാതകം അങ്ങോട്ട് കൊടുത്തു വിടാം. ആയിക്കോട്ടെ. ഞാനൊന്ന് കാര്യമായിട്ട് നോക്കി കല്യാണത്തിന് പറ്റിയ മുഹൂർത്തം കുറിച്ചു വിടണം. ഓ ചെയ്യാം. ആ ഉടനെ വിടാം. ശരി ശരി. രോഗി അവിടെ, ആപ്പിൾ ഇവിടെ. എന്തിനാ മുലളി പോലെ ഒലപ്പിക്കൊണ്ടാക്കാനാ? ഇത് മീനുമോടെ ജാതകമാ. ഇതിനൊരു ഗെറ്റപ്പില്ല. ജാതകമാണ് കമ്പ്യൂട്ടറിൽ എടുക്കണം. ഓല ഒന്നും ശരിയാവത്തില്ല മുലളി. അത് ഞാൻ തീരുമാനിച്ചോളാം. കിഴക്കേടം ഹോട്ടൽ ബ്ലൂ ഹിൽസിൽ 306 നമ്പർ മുറിയിലുണ്ട്. ഇത് കിഴക്കേടത്തെ ഏൽപ്പിക്കണം. വേഗം ചെല്ല്. വല്ലയിടത്തും വായി നോക്കി നിൽക്കരുത്. ആ ചെല്ല്. ബ്ലൂ 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 ഹിൽസിൽ 306 നമ്പർ മുറിയിൽ. അയ്യോ 306 പോടാ. വാതിലടയ്ക്കാൻ മറക്കല്ലേ.
ആ കണ്ടംപൂച്ച കറങ്ങി നടപ്പാ. കണ്ണ് തെറ്റിയ മീൻചട്ടി തലയിടും. ശരി അമ്മേ. കണ്ടില്ല. മന്ദരേത് എവിടേക്കാ കുടവുമായി മന്ദം മന്ദം ശകുന്തളയെ പോലെ. നന്നായി. ഇനിയിപ്പോ എന്തായാലും കിഴക്കേടൻ ദർശനം ഒരിടവേളയ്ക്ക് ശേഷം. ആ മരങ്ങാടൻ ജോർസ് ഈ നകുലന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ആയിരിക്കും. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെമ്പരുന്തല്ലേ, എന്റെ മാറില്ല. എന്റെ മാതൃഭൂമി എങ്ങോട്ടാ കുടവുമായിട്ട്? അമ്മ കുടത്തിന് പോയതാ? അതൊന്നും ഈയം പൂശാനാ. ഓ, കുടത്തിനൊക്കെ പൂശ. ഈ കാലത്ത് ആരാ ഈ പിത്തള കുടമൊക്കെ വായിക്കുന്നത്? ഒരു സ്റ്റീൽ കുടം വാങ്ങണം. എന്നാ ഒന്ന് വാങ്ങിത്താ. നിനക്ക് കുടമല്ല, ഞാനൊരു രണ്ടാവും വാങ്ങിത്തരും. ഇതാരുടെ ഓലക്കെട്ട്? എടി പെണ്ണ, ഇത് വെറും ഓലക്കെട്ടല്ല, ബംഗ്ലാവിലെ മീനാക്ഷി കുഞ്ഞിന്റെ ഓലയാ. ഓ, ജാതകല്ലേ. ഇതുപോലൊരെണ്ണം എനിക്കുണ്ട്. അലമാരിയിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുക. അലമാരിയില് ഭദ്രമായിട്ട് പൂട്ടിക്കെട്ടി വെച്ചോ. പിന്നെ ഇതെന്ത്? ദേ, ഇത് ഇന്നലെ വാങ്ങിയതാ. ആണോ? ആരെങ്കിലും കാണും. ഇന്ന് നകുലേട്ടൻ വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. ദൈവമായിട്ട് തന്നൊരു ചാൻസാ. അയ്യോ, അമ്മ ഇപ്പൊ വരും. അമ്മ വെള്ളം എടുക്കാനൊന്നും പോയതല്ലോ, ഈ പൂശാൻ പോയതല്ലേ. പൂശി തരാൻ ഒരുപാട് സമയം എടുക്കും. നീ വൈരിക്കും. ഇതൊക്കെ ചീപ്പാട്ടോ. ചീപ്പ് വേണ്ടെങ്കിൽ വേണ്ട. അയ്യോ, അതല്ല. എല്ലാ ഒന്നേ കിഴക്കേടം അല്ലെങ്കിൽ വരണേടം, രണ്ടും കൂടി ഒരു നടക്കി പോകില്ല. ഈ പറയുന്ന ഒക്കെ ശരിയാ. കൊല്ലാനാണെങ്കിൽ യോഗ്യനായി ഒരുത്തിനെ കിട്ടണ്ടേ അവളുടെ ഭർത്താവായിട്ട്? കോക്കനട്ട് കൈ വെച്ചിട്ട് ഓയിൽ നലയണോ, ഗ്രൈൻഡ് ചെയ്താ പോരെ? മനസ്സിലാകുന്ന ഭാഷ പറയടാ. ഈ മുതലാളിയുടെ ഒരു കാര്യം, ആവശ്യമുള്ളവൻ ഇവിടെ മുതലാളിയുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. അതാരാ? നീയാ? അയ്യോ, ഞാനല്ല. പിന്നെ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനോ? അതെ, എനിക്കറിയാം. മുതലാളി അവൻ എന്തോ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇവിടെ കയറി പറ്റിയതെന്ന്. അതോടെ അവൻ എന്റെ അണ്ണാക്കിൽ തീ കോരിയിട്ടു. മീനാക്ഷി കുഞ്ഞിന് അവനെ കണ്ണെടുത്താ കണ്ടൂടാ. അങ്ങനെ വരുമ്പോ നമ്മൾ മൂന്നാൾക്കും അവനൊരു പൊതുവാളാണ്. ഇങ്ങനൊരു കളി കളിച്ചാൽ ആ വാളിന്റെ മുനെ ഒടിക്കാം, മീനാക്ഷി കുഞ്ഞിന്റെ ജാതകദോഷം മാറ്റാം, മുതലാളിക്ക് ടെൻഷൻ ഇല്ലാതെ മരിക്കാം. 3 വെടികൾക്കൊരു പക്ഷി. പള്ളി. എടാ അപ്പുക്കുട്ടൻ, നീ കാണാൻ പറയരുത്. എടാ, നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധമായത്. സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു ബന്ധം മതി എനിക്ക്. കേറി വരുന്ന മഹാലക്ഷ്മിയോട് യു ഗെറ്റ് ഔട്ട് എന്ന് സ്ലോ മോഷനിൽ പറയരുത് അപ്പുക്കുട്ടാ. ഓടേ തമ്പുരാൻ തീരുമാനിച്ചതാവും ഈ മീനാക്ഷി കല്യാണ യോഗം. അല്ല, എന്നെ കൊണ്ട് തന്നെ കെട്ടിക്കണം എന്താ ഇത്ര നിർബന്ധം? അതാണ് യോഗം. കിഴക്കേടത്തിന്റെ അഭിപ്രായത്തിൽ മുതലാളിയേക്കാൾ നിലയും വിലയും കുറഞ്ഞ ഒരുത്തനെ കൊണ്ടേ മോളെ കെട്ടിക്കാവൂ. എന്ന് വെച്ചാൽ നിന്നെ പോലെ ഒരുത്തനെ കൊണ്ട്. ആ കാര്യത്തിൽ എന്നേക്കാൾ സീനിയർ നകുലേട്ടനല്ലേ? കറക്റ്റ്. പക്ഷെ കിഴക്കേടൻ പറയുന്നത് എന്റെ ഏതോ ഓരോരുത്തർ രാഹു കേതു ഫാമിലി ആയിട്ട് വസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ നീ മീനാക്ഷി മെമ്പർ സ്വീകരിക്കണം. ഇതേ കിഴക്കേടൻ തന്നെയല്ലേ എനിക്ക് 11 വ്യാഴമാണെന്ന് പറഞ്ഞു? ഭാഗ്യദേവത കൺമുമ്പിൽ വന്ന് കമോൺ ഡാർലിംഗ് മാടി മാടി വിളിക്കുമ്പോൾ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ രണ്ടു സ്വീകരിക്കും അപ്പുക്കുട്ട. ഈ മീനാക്ഷി മെമ്പർ പാഴാക്കരുത്. ഓക്കെ എന്ന് ഞാൻ പറയാം. എന്നാൽ അതിനു മുമ്പ് വേറൊരു കാര്യം ഓക്കേ ആവണം. അതെന്ത് കാര്യം? എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും മുതലാളിയുടെ മോളെ ഞാൻ കെട്ടാം. പക്ഷേ അതിനു മുമ്പ് മുതലാളിയുടെ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി തരണം. അത് പക്കാ ന്യായം. നീ ഉദ്ദേശിക്കുന്ന കൂടും കുടിക്കാൻ ഉൾപ്പെടെയാണോ? അതെ. ഇക്കാലത്ത് സ്ത്രീകളെക്കാൾ സ്ത്രീധനത്തിനാണല്ലോ മുൻതൂക്കം. സമ്മതിച്ചല്ലോ. അപ്പൊ സ്വത്ത് ഓക്കെ ആക്കിയാൽ കെട്ട് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. കൊടുകൈ. ഓൾ ദ ബെസ്റ്റ്. കുറച്ച് വെള്ളം കുടിക്കാം. പിന്നെ സ്വത്തെഴുതി കൊടുക്കാൻ പോന്നു. എന്റെ തലയ്ക്ക് എന്നെ വട്ടല്ലേ എന്ന് ചോദിച്ചാൽ അതെ, മുതലാളിയുടെ തലയ്ക്ക് മുഴുവട്ട. പിന്നെ അല്ലാതെ കാശുണ്ടെങ്കിലും മുതലാളി ഒരു മര മണ്ട. നിർത്തണ തെണ്ടി. സമ്മതിച്ചു, ഞാൻ തെണ്ടി തന്നെ. പക്ഷെ സെൻസസ് എടുത്താൽ എന്റെ തലയിലെ ആൾ താമസമുള്ളൂ. ഞാൻ പറയുന്ന മുതലാളി ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മള് സ്വത്തുക്കളെല്ലാം കൂടി അവൻ എഴുതി കൊടുക്കും. നമ്മളോ എന്ന് വെച്ചാ? നമ്മളല്ല മുതലാളി. എന്ന് പറ. മുതലാളിയുടെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എന്താ എന്ന് വെച്ചാൽ കൂടും കുടുക്കി അടക്കം മുതലാളിയുടെ എല്ലാ സ്വത്തുക്കളും അവൻ എഴുതി കൊടുക്കുന്നു. അവൻ മീനാക്ഷി കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. 30 തികയുന്നതിന് മുമ്പ് അവൻ തട്ടിപ്പോകുന്നു. അതേ താലി ഊരിയെടുത്ത് അമേരിക്കയിലെ അനന്തരവന്റെ കൈ കൊടുക്കുന്നു. വീണ്ടും മീനാക്ഷി കുഞ്ഞിന്റെ കഴുത്തിൽ കെട്ടുന്നു. അപ്പൊ സ്വത്ത്? എന്റെ പൊന്നു മുതലാളി, വിവാഹം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഭർത്താവ് മരിച്ചാൽ സ്വത്ത് ആർക്കാണ്? ഭാര്യ. ഇവിടെ ഭാര്യ ആരാ? മുതലാളിയുടെ മോള്. എന്ന് വെച്ചാ മുതലാളിയുടെ സ്വത്ത് മുതലാളിയുടെ കൈ തന്നെ വരുന്നു. ഇതെന്റെ വരുന്നു. ഞാൻ മുതലാളിയോട് സംസാരിച്ചു, എല്ലാം ഓക്കെ.
താലി കെട്ടുന്നതിന് മുമ്പ് അങ്ങനെ ശ്വാസം ഒഴിച്ച് ആ ഒരു മൂലയിൽ വലിച്ചു വലിച്ചിരുന്നോട്ടെ, ബാക്കി എല്ലാ സ്വത്തുക്കളും നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അത് കഴിഞ്ഞ് ലളിതമായ രീതിയിൽ വിവാഹം. വേണ്ട, വളരെ പോഷായിക്കോട്ടെ. അല്ല, തൽക്കാലം രജിസ്റ്റർ വിവാഹം അത് മതി. പിന്നെ നീ ആരാ? വേറെ ഡ്രൈവറല്ല, മീനാക്ഷി കുഞ്ഞിന്റെ ഓണർ, ഹസ്ബൻഡ്. എല്ലാം ശരിയാ, ആ. പക്ഷെ അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരാളോട് ചോദിക്കണം. നീയല്ലേ പറഞ്ഞ എനിക്ക് ചോദിക്കാനും പറയുന്ന ബന്ധുക്കൾ ആരുമില്ല, നീ ഓർഗനാണ്. ഓർഗൻ അല്ല, ഓർഫൻ. ഓ, ഇപ്പൊ അത് വാങ്ങിക്കുക. പറയുന്ന കേൾക്ക്. എനിക്ക് ബന്ധുക്കളാരുമില്ല. ആ. എന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ബഷീർ പാലക്കാട്ട, അവനോടൊന്ന് ചോദിക്കുന്നു. ചോദിച്ചോ, പക്ഷെ വിവാഹത്തിന് ക്ഷണിക്കണ്ട. എന്താ? അല്ല, നിലവാരം ഒന്ന് അറിഞ്ഞ ശേഷം പോഷായിട്ട് നടത്തുമ്പോ കഷ്ണിക്കാം. ഓക്കെ. 3 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്നല്ലേ താൻ പറഞ്ഞത്? വെച്ച് താമസിപ്പിക്കണ്ടെന്ന് കരുതി. രണ്ടാം കെട്ടും 3 മാസത്തിനുള്ളിൽ തന്നെ വേണമല്ലോ. പയ്യനെയൊക്കെ ഞാൻ ഒപ്പിച്ചു. പക്ഷേ എത്ര പറഞ്ഞിട്ടും ഇവള് സമ്മതിക്കുന്നില്ല. മോളെ, ഒന്നും കൂട്ടിയാൽ ഉത്തരം 2. അത് ഗണിതശാസ്ത്രം. അതുപോലെ വ്യക്തമായ ഉത്തരവുള്ള മറ്റൊരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ഐ നോ അങ്കിൾ, പക്ഷേ ഇത് മോളെ, നീ പറയുന്നത് ശരിയാണ്, പക്ഷേ പ്രശ്നം സങ്കീർണമാണ്. അതനുസരിച്ച് പരിഹാരവും സങ്കീർണമാവും. എന്നാലും വിവാഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കണമെന്ന് വെച്ചാൽ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. യു നോ, ഐ ആം പ്രാക്ടിക്കൽ. മോളെ, അസ്ട്രോളജി ഈസ് ആൾസോ പ്രാക്ടിക്കൽ. ഇത് നീ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ നിനക്ക് 6 മാസം പ്രായമുള്ളപ്പോ നിന്റെ അമ്മ മരിച്ചിട്ടും എല്ലാ ഭൗതിക സുഖങ്ങളും മാറ്റിവെച്ച് നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച നിന്റെ അച്ഛന്റെ സ്നേഹം, അത് നീ വിശ്വസിക്കണം. പ്രൊഫഷണൽ എത്തിക്സിനേക്കാൾ ഞാനിപ്പോ കാണുന്നത് വേദനിക്കുന്ന എന്റെ സുഹൃത്തിന്റെ മനസ്സാണ്. എല്ലാം നല്ലതിനാണെന്ന് സമാധാനിക്കുക. അങ്കിൾ, വേണ്ട മോൾ, ഇനി ഒന്നും പറയണ്ട. ഞാൻ ഇന്ന് തന്നെ മടങ്ങുകയാണ്. മാറ്റിവെക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെയാണ് ഈ വിവാഹവും. അങ്കിൾ, എനിക്ക് വേണ്ടി അല്ല, നിന്റെ അച്ഛന് വേണ്ടി, നിന്റെ സന്ദീപന് അകാല ചരമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഒരു കല്യാണ പെണ്ണിന്റെ വേഷം കെട്ടിയേ തീരൂ. എതിർക്കരുത്. നാളെ നിന്റെ വിവാഹമാണ്, വെറും ഒരു ചടങ്ങ്. ഇതിനകത്തൊന്നും ഇല്ല മുതലാളി. അഭിനയിച്ച കാസറ്റ് അവനെന്തിനാ പൂഴ്ത്തി വെക്കുന്നത്? അവനാണോ ഡയറക്ടർ? വാ അടച്ചു വെച്ച് ആ മാരണവും തപ്പിയെടുക്കടാ. അത് കൈ കിട്ടി നമ്മൾ പകുതി രക്ഷപ്പെട്ടു. പിന്നെ അവനെ തട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. കുറെ നേരമായോ ഈ തപ്പും തുടിയും തുടങ്ങിയിട്ട്? എല്ലായിടവും തപ്പി ഒരിടം ഒഴിച്ച് കാസറ്റ് ഇരിക്കുന്ന ഇടം. സ്വത്തല്ല എന്റെ പേരിലായ സ്ഥിതിക്ക് എനിക്കിനി ആ കാസറ്റിന്റെ ആവശ്യമില്ല. കാസറ്റ് എവിടെ ഇരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാസറ്റ് പൊക്കിത്തരാൻ ദിവസവും ചന്ദനത്തിരി കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഇല്ല പൂജാമുറിയില്? ആ ഫോട്ടോയുടെ തൊട്ട് ബാക്കിൽ നോക്കിയാൽ മതി. ഇവിടെ അതെ, കൂടുതൽ നെകളിച്ചാൽ തോട്ടത്തിൽ നിന്ന് ഞാൻ പിഴുതറിയും. ബ്ലഡി ഫൂൾ. ഓ ഗുരുവായൂരപ്പാ, നീയാ ഇത്ര കാലം ഒളിപ്പിച്ചു വെച്ചേ കൊച്ചു കള്ളൻ. മറക്കല്ലേ? നീയോ? ആ, മുതലാളി അഭിനയിച്ച ആദ്യത്തെ സിനിമയല്ലേ, കാണുമ്പോ തുടക്കം പോലെ കാണണം, എങ്കിലും ഒരു കുശിയുള്ളൂ. വെളിയിൽ അവന്റെ ഒരു കുശി. അല്ല, ഞാനും കൂടി പോകാൻ സ്വത്ത് പോയാലും സീരിയൽ അഭിനയിച്ച് ജീവിച്ചോളൂ. എന്താ? ഒന്നും പറഞ്ഞില്ല, കണ്ടോ? എത്ര സെർച്ച് ചെയ്താലും ഇതിൽ ഇതേ കാണും, ടോം ആൻഡ് ജെറി. അപ്പൊ മറ്റേ അത്രക്ക് മനുഷ്യത്വം ഇല്ലാത്തതല്ല ഞാൻ. ആ കാസറ്റ് അന്ന് തന്തൂരി അടുപ്പിലിട്ടെന്ന് പറഞ്ഞ് നേരെ അവിടെ നിക്കക്കള്ളി ഇല്ലാതെ ഇങ്ങോട്ട് പോന്നപ്പം വാങ്ങിയതാ ഈ ടോം ആൻഡ് ജെറി. ആ പിന്നെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റിയ മരുന്നായി ടോം ആൻഡ് ജെറി. ചില സമയത്ത് നമ്മൾ ചിരിച്ചിരിച്ചിരിച്ചു. ഉറങ്ങിയോ മുതലാളി? മുതലാളി ഇതിൽ മുതലാളി ഏതാ? ഒരു വീക്ക് വെച്ചെന്നാണ്ടല്ലോ ഇതില് ഇറങ്ങി പോടാ മുതലാളി. ഇറങ്ങി പോകാൻ. ഓപ്പൻ. ഇവിടുന്ന് ഒരിക്കൽ പുറത്ത് കളഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് കയറുന്ന കാര്യം കഷ്ട. ഇവിടെ ഇങ്ങനെ നിന്നാത്ത സമാധിയായി ഒടുവിൽ അതിന് ഞാൻ കുഴി വിത്തേണ്ടി വരും. ഗോവർദ്ധനം പോ. നട്ടുച്ചയ്ക്കാണോ വെള്ളം ഒഴിക്കുന്നത്? വെളുപ്പിനെ തുടങ്ങിയതാ. ദേ വിട്ടുവിട്ടാ വെള്ളം വരുന്നത്, അതുകൊണ്ടാ ഉച്ചയായത്. നിങ്ങളല്ലേ സുഖമില്ലാത്ത അമ്മയെ ഫോൺ ചെയ്തതിന്റെ പേരിൽ സസ്പെൻഷനിലായത്? അതേ മുതലാളി, ആകെ ഇടങ്ങേറില്ല. ഇപ്പൊ ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ പോലുള്ള അരിയില്ല. ആ ക്യാരറ്റ് തോട്ടം നനച്ചോ? അത് നമ്മുടെ അല്ലല്ലോ, സർക്കാരിന്റെ ഇല്ലേ. അതിനെന്താ, വെറുതെ നിക്കല്ലേ, ഒന്ന് നനച്ചോട്. നിങ്ങളിഞ്ഞു വാ. ഞങ്ങളെ പിടിച്ച് ഡ്രൈവറാക്കൂ. നിന്റെ കൊച്ചമ്മയെ വിളിക്കാൻ പറഞ്ഞിട്ട് എവിടെയാ അവള്? ചത്തിട്ടില്ല. എന്താ? എന്താന്നാ
താലി കെട്ടി പെമ്പ്രോന്നോത്തിയാക്കിയതേ വിശന്ന് വരുമ്പോ നിറഞ്ഞ മനസ്സോട് ഭക്ഷണം കൂടി വിളമ്പാനാ. വിളമ്പടി. ഞാൻ വിളമ്പി താങ്കൂടെ കഴിക്കും. ഫിൽത്തി റോക്ക്. യോ വിളമ്പടി. അവളുടെ ഒരു വിളമ്പടി വിളമ്പടി വിളമ്പാൻ. അവിടെ വിളമ്പ് വിളമ്പാൻ. ഇരിക്കണോ? നീ എന്താ നോക്കിക്കുന്നത്? കറി വിളമ്പടി. കഴിക്കണോ? കഴിക്കാനാണ് പറഞ്ഞത്, വിഴുങ്ങാനല്ല. ഇതാണ്ടാ മാപ്പിള. തനിക്ക് എന്താണോ അർച്ചസിന്റെ അസുഖമുണ്ടോ ഇങ്ങനെ കൂടെ കൂടെ എഴുന്നേക്കാൻ? ഇരിക്കണോ? എന്താ ഇവിടെ ബഹളം? ഇവിടെ ആരാ ബഹളം എന്ന് പറഞ്ഞത്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളാരാ? UN ജനറൽ സെക്രട്ടറി ബാൻ കിമൂണോ സമാധാനം ഉണ്ടാക്കാൻ? മിസ്റ്റർ ചന്ദ്രപിള്ളേ, ഭാര്യയും ഭർത്താവും വാളും പരിചയം പോലെയാണ്. പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. വെറുതെ അതിന് ഇടയ്ക്ക് കയറി ഒന്ന് പ്രശ്നമുണ്ടാക്കിയാൽ എന്റെ വായിരിക്കുന്ന കേൾക്കും. റൂമിൽ പോയി റെസ്റ്റ് എടുക്കൂ. എന്താണ് നോക്കിക്കുന്നത്? ഒന്നുമില്ല, കയറി പൊടിയാത്. താൻ സമാധാനമായിട്ട് മുഴുവൻ കഴിച്ചിട്ട് ഓഫീസിലേക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ വിളിച്ചു പറയാം, ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. സാറേ എങ്ങനെ നന്ദി. ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കും. നന്ദി എടുക്കാറില്ല.